എക്സാംസിന് എക്കണോമിക്സിലെ എക്സാമിന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാക്രോ എക്കണോമിക്സിൽ നിങ്ങൾക്ക് ചോദിക്കുന്ന എസ്എ ക്വസ്റ്റ്യൻസിൽ ഒന്നെന്ന് പറയുന്നത് മോണിറ്ററി പോളിസീസിനെ കുറിച്ച് പറയുമ്പോൾ RBI യൂസ് ചെയ്യുന്ന അതിനായിട്ടുള്ള എന്താണ് ടൂൾസ് ആണ്. വാട്ട് ആർ ദ ടൂൾസ് എന്നുള്ളതാണ് ചോദിക്കുക. അപ്പോൾ RBI എന്താണ്? കൺട്രോളർ ഓഫ് മണി സപ്ലൈ ആണ്. 1 മാർക്കിന് ക്വസ്റ്റ്യൻ വരാട്ടോ. എന്താണ് RBI എന്ന് പറയുന്നത്? കൺട്രോളർ ഓഫ് മണി സപ്ലൈ ആണ്. ആൻഡ് RBI കൺട്രോൾ ദ മണി സപ്ലൈ ഇൻ ദി ഇക്കോണമി ഇൻ വേരിയസ് വേസ്. പല രീതിയിൽ RBI എന്ത് ചെയ്യുന്നുണ്ട്? മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഡിഫറെൻറ്റ് ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് എന്ന് പറയുമ്പോൾ ബാങ്ക് റേറ്റ്, സ്റ്റെറിലൈസേഷൻ, റിസർവ് റേഷ്യോ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ തന്നെ ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് അറ്റ് which it gives loan to the commercial bank. അതായത് RBI കമേഴ്ഷ്യൽ ബാങ്കിന് ലോൺ എത്രയ്ക്കാണോ കൊടുക്കുക, ഏത് റേറ്റിലാണോ കൊടുക്കുക, അതാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മണി സപ്ലൈ കൂട്ടുകയോ കുറയ്ക്കുകയോ വേണ്ട സമയത്ത് ഈ ബാങ്ക് റേറ്റ് എന്താണ്? കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിലൂടെയാണ് RBI എന്ത് ചെയ്യുന്നത്? മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് വരുന്നുണ്ട്. അതായത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ബോൺസ് ബൈ ദ ഗവൺമെന്റ് ഇൻ ദി ഓപ്പൺ മാർക്കറ്റ് ആൻഡ് ദിസ് പർച്ചേസ് ആൻഡ് സെയിൽ ഇസ് എൻട്രസ്റ്റഡ് ടു ദി സെൻട്രൽ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദി ഗവൺമെന്റ്. അതായത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ബോൺസ് ഉണ്ടല്ലോ, അത് മാർക്കറ്റിൽ ബൈ ചെയ്യുക അല്ലെങ്കിൽ സെൽ ചെയ്യുക എന്നുള്ള അതിനെ കുറിച്ച് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്. ഇത് ഗവൺമെന്റിന് വേണ്ടി ആര് ചെയ്യുന്നു? RBI ചെയ്യുന്നു. RBI ചെയ്യാന്ന് പറയുമ്പോൾ അതിൽ 2 കാര്യമുണ്ട്. ഒന്ന് ഔട്ട്റൈറ്റ് സെയിൽ ഓർ പർച്ചേസ് നടക്കാം, പിന്നെ റീപർച്ചേസ് എഗ്രിമെന്റ് ഓർ റെപ്പോ വരുന്നുണ്ട്. ഔട്ട്റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഔട്ട്റൈറ്റ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആർ പെർമനന്റ് ഇൻ നേച്ചർ. എന്താണ്? പെർമനന്റ് ഇൻ നേച്ചർ. എന്തുകൊണ്ടാണ്? അതായത് ഇപ്പം ഞാൻ വെൻ സെൻട്രൽ ബാങ്ക് ബൈസ് ദ സെക്യൂരിറ്റീസ്, ഇപ്പം എൻ്റെ കയ്യിൽ ഗവൺമെന്റിന്റെ ഒരു ബോണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട്. RBI എന്ത് ചെയ്യാണ്? എൻ്റെ കയ്യിൽ നിന്ന് ഈ ബോണ്ട് തിരിച്ചു മേടിക്കാമെന്ന് വിചാരിക്കുക. ആ തിരിച്ചു മേടിക്കുന്ന സമയത്ത് ഇതെനിക്ക് ഫ്യൂച്ചറിൽ ഒരു ഡേറ്റിൽ തിരിച്ചു തരാം, പിന്നീട് വീണ്ടും എനിക്ക് എന്നെ തിരിച്ചു തരാമെന്നോ അങ്ങനെയുള്ള വാക്കുകളൊന്നുമില്ല. എൻ്റെ കയ്യിൽ നിന്ന് ആ ബോണ്ട് അവർ തിരിച്ചു മേടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു, അവരത് എടുത്തു കഴിഞ്ഞു, അല്ലെ? എൻ്റെ കയ്യിൽ നിന്ന് അവരത് എടുത്തു കഴിഞ്ഞു. അങ്ങനെയാണ്. അതായത് അവിടെ പെർമനന്റ് ആണ്. സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിച്ചു. അല്ലെങ്കിൽ എനിക്കൊരു ബോണ്ട് ഇങ്ങോട്ട് തരികയാണ് RBI, ഞാൻ ഒരു ബോണ്ട് ഇങ്ങോട്ടേക്ക് വാങ്ങിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് അത് RBI തിരിച്ചൊരിക്കൽ അത് വാങ്ങിക്കും എന്നൊന്നും ഉറപ്പ് എനിക്ക് തരില്ല. അത് അവിടെ പെർമനന്റ് ആണ്. എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വാങ്ങി, അത് അവിടെ കഴിഞ്ഞു, പിന്നെ അത് എൻ്റെതായിട്ട് അവിടെ കിടക്കും. അതേസമയം റീപർച്ചേസ് എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് RBIയിൽ നിന്ന് എന്താണ് ഒരു ബോണ്ട് ഞാൻ പർച്ചേസ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് റീപർച്ചേസ് എഗ്രിമെന്റ് അവിടെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ബോണ്ട് ഫ്യൂച്ചറിൽ ഒരു ഡേറ്റിൽ അവർ തിരിച്ചു വാങ്ങിക്കോളാം എന്നുള്ള ഒരു എഗ്രിമെന്റ് കൂടി അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. റീപർച്ചേസ്, വീണ്ടും തിരിച്ചു വാങ്ങിക്കോളാം എന്നുള്ള രീതിയിൽ. അതിനാണ് എന്ത് പറയുന്നത്? റീപർച്ചേസ് എഗ്രിമെന്റ് അഥവാ റെപ്പോ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, അങ്ങനെ 2 കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ റിസർവ് റേഷ്യോ വരുന്നുണ്ട്. റിസർവ് റേഷ്യോ പറയുമ്പോൾ ക്യാഷ് റിസർവ് റേഷ്യോ വരുന്നുണ്ട്, അതുപോലെ തന്നെ SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ വരുന്നുണ്ട്. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്? റിസർവ് ബാങ്ക്സ് RBI ആയിട്ട് വെക്കേണ്ട ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് നോക്കുക, എത്ര പെർസെൻറ്റേജ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത്. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമേഴ്ഷ്യൽ ബാങ്ക്സ് അവരുടെ കയ്യിൽ തന്നെ അവർ വെക്കേണ്ട ലിക്വിഡായിട്ട് വെക്കേണ്ട ക്യാഷ് എത്രയാണ്, എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളതാണ്. പിന്നെ സ്റ്റെറിലൈസേഷൻ ഉണ്ട്. അതായത് ഡയറക്ട്ലി RBI ഇന്റർവീൻ ചെയ്യാന്ന് പറയും. ഓക്കെ, ഡയറക്ട്ലി എന്ത് ചെയ്യുക? RBI ഇന്റർവീൻ ചെയ്യാന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ക്വാളിറ്റേറ്റീവ് ടൂൾസ് ആണ് കേട്ടോ. ക്വാളിറ്റേറ്റീവ് ടൂൾസ് എന്ന് പറയുമ്പോൾ ഒന്ന് മോറൽ സുവേഷൻ, പിന്നെ എന്താണ്? മാർജിൻ റിക്വയർമെന്റ്സ് ആണ്. മോറൽ സുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBI എന്ത് ചെയ്യാണ്? റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഗൈഡൻസ് കൊടുക്കുകയാണ് കൃത്യമായിട്ട് എങ്ങനെയാണ് നമ്മൾ ഓരോ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതുപോലെ ഇറ്റ് ഇൻവോൾവ്സ് RBI മേക്കിംഗ് റെക്കമെൻഡേഷൻസ് ടു കമേഴ്ഷ്യൽ ബാങ്ക്സ്. റെക്കമെൻഡേഷൻസ് കൊടുക്കുക, ഇന്നത് നിങ്ങൾ യൂസ് ചെയ്യോ, ഇന്ന രീതിയിൽ ചെയ്യൂ, അല്ലെങ്കിൽ ക്രെഡിറ്റിന്റെ കാര്യത്തിലും ഒക്കെ തന്നെ RBI റെക്കമെൻഡേഷൻസ് കൊടുക്കണം. അത് അവർക്ക് ഫോളോ ചെയ്യാതെ ഇരിക്കാം എന്നുള്ളതിൽ. അപ്പോൾ അത് ഫോഴ്സ്ഡ് അല്ല. പിന്നെ വരുന്നത് മാർജിൻ റിക്വയർമെന്റ്സ് ആണ്. മാർജിൻ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് വാല്യൂ ഓഫ് ദ സെക്യൂരിറ്റി ഓഫേർഡ് ഫോർ ലോൺ. അതായത് ലോൺ കൊടുക്കുന്നതിൻ്റെ കാര്യത്തിലും ഒക്കെ തന്നെ എത്ര ലോൺ ഗ്രാൻഡ് ചെയ്യാം എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു മാർജിൻ അവർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവരുടെ അടുത്ത് പറയുക എന്നുള്ളതാണ് എന്ത്? മാർജിൻ റിക്വയർമെന്റ്സിൽ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് എന്ത്? നമ്മുടെ ടൂൾസ് ഓഫ് RBI വരുന്നത്. അതിൽ തന്നെ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എസ്എ ക്വസ്റ്റൻ എപ്പോഴും ചോദിക്കുന്നതാണ്. ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. മറ്റൊരു വീഡിയോയിൽ ഇതുപോലെ തന്നെ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. താങ്ക് യു.